Hello everyone, welcome to Full of Chemistry. This is Mubina Ashkar. Today we will learn about Orgel diagrams. What is Orgel diagram? It is used to represent the spin allowed DD transition in coordination complexes. That is, delta S will be 0. Also, only high spin complexes, that is with weak field ligands, are considered. And Orgel diagram is a plot of delta 0 along x-axis and energy along y-axis. സോ ഓർഗൽ ഡയഗ്രാം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലും എക്സൈറ്റഡ് സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡി ഓർബിറ്റലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അനുസരിച്ച് ഡിഫറെൻറ്റ് ടേംസ് ആയിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ സിമിലർ ഓർബിറ്റൽസിനുള്ള സിമിലർ ടേംസ് ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് D1 D9 2D ആണ്, അതിന് എക്സൈറ്റഡ് സ്റ്റേറ്റ് ടേം ഇല്ല. അതുപോലെ D2 D8 3F ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇസ് 3P ആൻഡ് D3 D7 4F 4P D4 D6 5D ആൻഡ് ഫൈനലി D5 ഹാസ് ദ ടേം 6S. അപ്പോൾ ഇത് ഉറപ്പായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ടേംസ് ആണ് ആവശ്യം. അപ്പോൾ ഡി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മളതിനെ കറസ്പോണ്ടിങ് ടേമിലേക്ക് മാറ്റും. അത് മറക്കാതിരിക്കുക. In the presence of ligands, these terms will further split into more. That is, S gives A1G and P can represented as T1G and D T2G EG. We know F gives T1G T2G and A2G and G gives T1G T2G A1G EG. ഓക്കെ, അപ്പോൾ ഇതിൽ ജി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് പി ഡി എഫ് ഈ മൂന്നെണ്ണമാണ്. അപ്പോൾ അത് മൂന്നും പഠിക്കുക. പി T1G, D T2G EG, F T1G T2G A2G. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഒക്ടാഹെഡ്രൽ D1. അപ്പോൾ D1ൻ്റെ ടേം എന്താണ്? 2D ആണ് അല്ലേ. അപ്പോൾ D എങ്ങനെയാണ് ഫർദർ സ്പ്ലിറ്റ് ചെയ്യുന്നത്? T2G EG. അപ്പോൾ ground state term T2G and excited term EG. It gives one transition. ഇപ്പോൾ നമ്മൾ ടെട്രാഹെഡ്രൽ D1 എടുത്താൽ എന്താണ്? ടെട്രാഹെഡ്രലിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് E ആണ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് T2 ആണ്. അപ്പോൾ അതിൽ D1 സെയിം ആണ്. സോ D1 വിൽ ഗിവ് ദ ടേം 2D. അതുകൊണ്ട് നമ്മൾ ടു എന്നുള്ളത് ഇയുടെയും T2ൻ്റെയും മുകളിൽ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ആ ടേമിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇപ്പോൾ 1 ഇലക്ട്രോൺ ആണെങ്കിൽ T2 G1 EG0, ഒക്ടാഹെഡ്രൽ ആണെങ്കിൽ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ പോയാൽ എങ്ങനെയാവും? T2 G0 EG1. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇൻ ജനറൽ സിമിലർ ഓർഗൽ ഡയഗ്രാം വരുന്ന ഡി ഓർബിറ്റൽസിനെ ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒക്ടാഹെഡ്രൽ D1 D6 ആൻഡ് ടെട്രാഹെഡ്രൽ D4 D9 give same orgal diagram. T2G in the ground state and EG in the excited state. On the left side, tetrahedral D1 D6, octahedral D4 D9 give the same orgal diagram. E in the ground state and T2 in the excited state. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു D1 D9ൻ്റെ ടേം എന്താണ്? 2D ആണ്. ആൻഡ് D4 D6ൻ്റെ ടേം എന്താണ്? 5D ആണ്. അപ്പോൾ രണ്ടിലും D ഉണ്ട് അല്ലേ. അപ്പോൾ D ഉള്ളത് കൊണ്ട് D എങ്ങനെയാണ് ഫർദർ സ്പ്ലിറ്റ് ചെയ്തത്? T2G EG. അതുകൊണ്ടാണ് T2ഉം EGയും കോമൺ ആയിട്ട് വരുന്ന കാരണമാണ് ഈ ഓർഗൽ ഡയഗ്രത്തിനെ ഇവിടെ സമ്മപ്പ് ചെയ്തത്. ഓക്കെ, ഷുവറായിട്ടും എഴുതി വെക്കുക. ഓർഗൽ ഡയഗ്രാം ഏത് വേണമെങ്കിലും നമുക്കപ്പോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒക്ടാഹെഡ്രൽ D4 ചോദിക്കുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതുപോലെ എഴുതുക, ഈ T2 എന്ന് എഴുതുക. അതുപോലെ ഇപ്പോൾ ടെട്രാഹെഡ്രൽ D9 ചോദിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ളത് എഴുതുക. ഓക്കെ, ഇനി നമ്മൾ എഫും പിയും ടേംസ് വരുന്ന ഓർബിറ്റൽസ് ഏതൊക്കെയായിരുന്നു? D2 D8 D3 D7. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഒക്ടാഹെഡ്രൽ D2 ആണ്. അപ്പോൾ D2ൻ്റെ ടേം എന്തൊക്കെയാണ്? 3F 3P. അപ്പോൾ ഡയഗ്രത്തിൽ 3F എന്ന് എഴുതുക, 3P എന്ന് എഴുതുക. 3F തന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. T1G T2G ആൻഡ് A2G. അപ്പോൾ ഓരോന്നിൻ്റെ മുകളിലായിട്ട് 3F ആയതുകൊണ്ട് 3 എന്ന് കൊടുത്തു. ആൻഡ് P സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? T1G ആണ്. T1Gയുടെ മുകളിൽ അപ്പോൾ 3 കൊടുത്തു.
അപ്പോൾ ഇവിടെ നമുക്ക് 3 ടൈപ്പ് ഓഫ് ട്രാൻസിഷൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. എഫ് എടുക്കുകയാണെങ്കിൽ T1G2 T2G ആൻഡ് T1G2 A2G, ദെൻ T1G2 T1G, പിയുടെ T1Gയിലേക്ക്. അങ്ങനെ 3 ട്രാൻസിഷൻസ് ഉണ്ട്. അതുപോലെ ടെട്രാഹെഡ്രൽ D2 ആണെങ്കിലോ, അപ്പോൾ എന്താ ചെയ്യുക, ഒക്ടാഹെഡ്രലിൻ്റെ ലൈന് നമ്മൾ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്ത് വരയ്ക്കുക. അതായത് A2G അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് വരും, ദെൻ T2G, ദെൻ T1G, ദെൻ പിയുടെ T1G. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ളത് വരയ്ക്കുമ്പോൾ പി ക്രോസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ക്രോസ് ചെയ്യുന്നില്ല. എഫിൻ്റെ T1Gയുടെ തൊട്ട് മുകളിലായിട്ടാണ് പിയുടെ T1G പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത നമ്മൾ കൺക്ലൂഡ് ചെയ്ത പോലെ D2, D7, D3, D8 ഈ 4 നമ്മൾ എങ്ങനെ ജനറലൈസ് ചെയ്യാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഒക്ടാഹെഡ്രൽ D2, D7 ആൻഡ് ടെട്രാഹെഡ്രൽ D3, D8 give the same Orgel diagram, whereas on the left side tetrahedral D2, D7 and octahedral D3, D8 give the same Orgel diagram. അപ്പോൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ രണ്ടിനെയും 2 ജനറലൈസ് ചെയ്ത സ്ലൈഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് രണ്ടും കാണാതെ തന്നെ പഠിക്കുക, വരച്ച് നോക്കുക ട്രാൻസിഷൻസ്. ഇതിൽ നമുക്ക് 3 ട്രാൻസിഷൻസ് കിട്ടും. ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒക്ടാഹെഡ്രൽ D7ൻ്റെ ഓർഗൽ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ റൈറ്റ് സൈഡിലെ പോലെ വരയ്ക്കുക. T1G, T2G, A2G, അത് എഫിൻ്റെതും പിയുടേത് T1Gയുടേതും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെക്ട്രോസ്കോപ്പിക് ഗ്രൗണ്ട് ടേം ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ഓഫ് TiH2O 6 times 2+ ആണ് കേട്ടോ. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ടേമും ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ Ti2+ എന്താ, Ti എന്താണ് 4s2 3d2. അപ്പോൾ Ti2+ ആകുമ്പോൾ എത്ര വരും, 3d2 വരും. അപ്പോൾ നമ്മൾ പഠിച്ചു ഇപ്പോൾ D2ൻ്റെ ടേംസ് ഏതൊക്കെയാണ്, 3f 3p ആണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് വി എക്സ്പെക്റ്റ് 3 ട്രാൻസിഷൻസ്. വാട്ട് ആർ ദേ, 3T1G2 3T2G, 3T1G2 3T1G of P and 3T1G2 3A2G of F. But the third transition is not possible because that transition requires the excitation of both electrons in the ground state. So such a state is not energetically favorable. Therefore, this transition has the number 2. Only 2 transitions are we observed. Okay. So ground state എന്ന് പറയുന്നത് T2G2 EG0 ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകുമ്പോൾ എന്താണ്, T2G1 EG1 വരും. പിന്നെ T1G പിയിലേക്ക് പോകുമ്പോൾ T2G1 EG1 വരും. ഇനി A2Gയിലേക്കാണ് പോകുന്നതെങ്കിൽ T2G0 EG2 ആണ് വരുന്നത്. അത് എനർജറ്റിക്കലി നോട്ട് ഫേവറബിൾ. നമ്മൾ ഇന്ന് ഓർഗൽ ഡയഗ്രാംസ് പഠിച്ചു. അതിൽ DD ട്രാൻസിഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഡി ഓർബിറ്റൽ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡയഗ്രത്തിൻ്റെ ഡിഫറൻസ് പഠിച്ചു. അതിൻ്റെ ടേംസ് ആൻഡ് സ്പ്ലിറ്റിംഗ്, ഫർദർ സ്പ്ലിറ്റിംഗ് നോക്കി, ക്വസ്റ്റ്യൻസ് നോക്കി. അപ്പോൾ 2 ജനറലൈസ് ചെയ്ത 2 ഡയഗ്രവും 8 ഓർബിറ്റൽസിൻ്റെ 2 ഡയഗ്രവും നിങ്ങൾ നന്നായി എഴുതുക, വരച്ച് നോക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ചിട്ട് വീണ്ടും കാണാം. ബൈ.